പ്രിയപ്പെട്ടവരെ, മറ്റൊരു അപകട വാർത്തയിലേക്കാണ്. കൊല്ലത്ത് KSRTC ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞിരിക്കുന്നു. നിരവധി യാത്രക്കാർക്ക് പരിക്ക്. ആയൂർ റോഡിൽ മീയണ്ണൂരിൽ 6:15 അപകടം. കൊല്ലത്ത് നിന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. മീയണ്ണൂരിൽ വെച്ചാണ് സംഭവം. ആയൂരിൽ നിന്ന് അഞ്ചലേക്ക് പോകുന്ന, കൊല്ലത്ത് നിന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഭിത്തി ഇടിച്ചു തകർത്താണ് ബസ് മറിഞ്ഞിരിക്കുന്നതെന്ന് കാണാം. ബസ് അല്പം വേഗതയിലായിരുന്നു എന്ന് തോന്നുന്നു. ഈ ഇടിച്ചു തകർത്ത് മറിയുന്നതും കാഴ്ചയിൽ ഉണ്ട്. കൊല്ലത്ത് നിന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന KSRTC കൊല്ലം കുളത്തൂപ്പുഴ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദിലീപ് ദേവസ്യ ചേരുന്നു. ദിലീപ് ദേവസ്യ, 6:15 അപകടം. ബസ്സിന് വേഗത കൂടുതലായിരുന്നോ? ഡോക്ടർ അരുൺകുമാർ, ഞാൻ സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ബസ്സാണ് 6:15 ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ഈ നിരവധി യാത്രക്കാരുമായി കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന ബസ് നിയന്ത്രണം വിട്ട്, അമിത വേഗത്തിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് മറയുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധത്തിലാണ്. കാരണം ഈ ബസ്സിൻ്റെ ടയർ നമുക്ക് കാണാം, മൊട്ടയായ ടയറാണ്. ഈ കുളത്തൂപ്പുഴ മലയോര മേഖലകളിലേക്ക് പോകുന്ന ബസ്സിൻ്റെ ഒരു ടയറിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ബാക്കിയെല്ലാം തന്നെ, അതായത് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ, ഈ ബസ്സിൻ്റെ അടിഭാഗത്തുള്ള ഓരോ കാര്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. അപാകതകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ചേട്ടാ, വർഷത്തിന് മുമ്പ് പ്രവർത്തനരഹിതമായ ഈ ഷോക്ക് അബ്സറുകൾ നിങ്ങൾ നോക്ക്. ഇത്തരത്തിൽ 50-100 ആളുകളെ കൊണ്ടുപോകുന്ന പൊതുജനങ്ങൾ പോകുന്ന ഒരു യാത്ര, സ്വീകരിക്കുന്ന ഒരു യാത്രാ മാർഗമാണ് പൊതുഗതാഗതം. ആ പൊതുഗതാഗതത്തിൻ്റെ ഗതിയാണ് ഇന്ന് കാണുന്നത്. ഈ നമ്മളെ ഗണേശനെ പോലെയുള്ള മന്ത്രിമാർ വന്നപ്പോൾ ഈ സമൂഹത്തിനൊരു മാറ്റം വരുമെന്ന് നമ്മൾ കരുതി. അദ്ദേഹത്തിൻ്റെ പക്വതയും അദ്ദേഹത്തിൻ്റെ ഈ ഭരണ മികവും ഒക്കെ നമുക്ക് തെളിയിക്കപ്പെട്ടുള്ള സമൂഹത്തിലാണ്. ഇപ്പോഴും ഇതിന് ഈ ഗണേശനെ പോലുള്ള 1000 മന്ത്രിമാർ ഈ സമൂഹത്തിൽ വന്നാലും ഈ സമൂഹം മാറാൻ പോകുന്നില്ല എന്നുള്ള പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് മുന്നോട്ട് പോകുന്നതെന്ന് തെളിവാണിത്. നിങ്ങൾ നോക്കണം, ആക്രി വാഹനങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത ബസ് ടയറുകളാണ് ഉപയോഗിക്കുന്നത്. ആക്രി വാഹനങ്ങൾ പോലും ഇത്തരത്തിലുള്ള ടയറുകൾ യൂസ് ചെയ്യില്ല. ഇത്തരത്തിലുള്ള ചെങ്കുത്തായ ചെരുവിലൂടെ കടന്നു വരുമ്പം ഇത്തരത്തിൽ ടയർ ഉപയോഗിച്ച അപകടം നടന്നില്ലെങ്കിൽ അത് അത്ഭുതമായി മാറും. ഡോക്ടർ അരുൺകുമാർ, മറ്റൊരു കാര്യം കൂടെ, ഈ ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. അതായത് ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്താണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. ഒരു ഗർഭിണിയായ സ്ത്രീ അടക്കം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ കാലടക്കം ഒടിഞ്ഞു എന്നാണ് ഈ നാട്ടുകാർ, ഈ ദൃക്സാക്ഷികളടക്കം പറഞ്ഞു. ചേട്ടാ ഇത് ചേട്ടൻ കണ്ടായിരുന്നു? അപകടം കണ്ടായിരുന്നു? ഇല്ല, കണ്ടില്ല. വണ്ടി ഓവർ സ്പീഡായിരുന്നു. വണ്ടി മറിയുന്നുണ്ട്. ആദ്യമേ വന്നതെന്ന് പറഞ്ഞാൽ എഴുകോൺ എക്സൈസിലെ ഓഫീസേഴ്സായിരുന്നു. അത് ആദ്യം വന്ന് ബാക്ക് ഗ്ലാസ് അടിച്ചു ഓടിക്കുന്നത്. അതിൽ ഡ്രൈവർ ഓവർ സ്പീഡായിരുന്നു. നിതിൻ സാറാണ്. പരിക്കൊക്കെ എങ്ങനെയാണ്? ആളുകൾക്ക് പരിക്ക് വലുതായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ രീതിയിൽ എല്ലാവരും RCC ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ SX ഹോസ്പിറ്റലിൽ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നല്ലോ ചേട്ടാ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഗർഭിണിയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ കാലിന് ഫ്രാക്ചർ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റുള്ള 5-6 പേർക്ക് കൈക്ക് എന്തോ കുഴപ്പമുണ്ട്. ഓവർ സ്പീഡായിരുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ശബ്ദം കേട്ടോണ്ട് ഓടി വന്നപ്പോൾ ഇത് കണ്ട് ഞങ്ങൾ അവിടുത്തെ CCTV കണ്ടായിരുന്നു. ഡോക്ടർ അരുൺകുമാർ, ഈ പ്രദേശത്ത് ആളുകളെല്ലാം തന്നെ വലിയ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ്. കാരണം ഇവിടെ ഒരു സ്കൂട്ടർ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാമായിരുന്ന ഒരു സ്കൂട്ടർ നിർത്തിയിട്ടത്. ഈ സ്കൂട്ടറിലേക്കാണ് വാഹനം ഇടിച്ച് കയറടക്കം ചെയ്തത്. ഇപ്പോൾ ഈ സ്കൂട്ടറിന്റെ അവസ്ഥ ഇതാണ്. നിരവധി വാഹനങ്ങൾ യാത്ര റോഡിലാണ്. ഇതൊരു കടയ്ക്ക് മുൻപിൽ, ഒരു ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടറായിരുന്നു. ഭാഗ്യത്തിന് ഈ സ്കൂട്ടറിന്റെ അടുത്ത് ആരും തന്നെ നിന്നില്ല എന്നുള്ളതാണ്. വാഹനങ്ങൾ ആ സമയത്ത് കടന്നു വന്നില്ല എന്നുള്ളതും നമുക്കെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? വാഹനത്തിന് ഓവർ സ്പീഡ് ഉണ്ടായിരുന്നു, നിയന്ത്രണം വിട്ട് വലത്തേക്ക് വരികയായിരുന്നോ ബസ്? ബസ് തൊട്ടടുത്ത അങ്ങാടിയിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞത് ബസ് അമിത വേഗത്തിൽ പോകുകയായിരുന്നു. ബസ് ആ അമിത വേഗത്തിൽ പോകുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വലതു ഭാഗത്തേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാം. അതായത് ബസ് മുൻഭാഗം ഇടിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ ആ ബസ് ഈ കടയുടെ തൊട്ടടുത്തു നിന്നുണ്ടായിരുന്ന മതിലിനിടിച്ച ശേഷം മറയുകയായിരുന്നു. അതായത് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ ഇടതുവശത്ത് കൂടെ പോകേണ്ട ബസ് വലതുവശം
ബസ്സും ചേർന്ന് ഈ മതിലിനിടിച്ച് മറിയുകയായിരുന്നു. ആ സമയത്ത് ഇത് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സ്കൂട്ടർ നിർത്തിയിട്ടിരുന്നു. ആ സ്കൂട്ടറും ആകപ്പാടെ പാടെ തകർത്തുകൊണ്ട് മറിയുകയായിരുന്നു. ഇതിനുണ്ടായിരുന്ന യാത്രക്കാരെ പരിക്കുകളോടൊക്കെ തന്നെ ആളുകൾക്ക് വേഗത്തിൽ തന്നെ ദിലീപ്, അതിന്റെ ടയറുകൾ നമുക്ക് ഒരിക്കൽ കൂടി കാണിക്കാവുന്നതാണ്. മലയോര മേഖലയിലേക്ക് കൊല്ലത്ത് നിന്നും കുളത്തൂപ്പുഴയ്ക്ക് ഓടുന്ന ബസ്സാണ്. ആ ബസ്സിന്റെ ടയറിന്റെ അവസ്ഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിൽ മുട്ടയായ ഒരു ടയർ ഉപയോഗിച്ചുകൊണ്ട് വാഹനം സർവീസ് നടത്താൻ പാടുള്ളതല്ല. ഈ അപകടത്തിന്റെ ഒരു കാരണം മഴയത്തൊക്കെ ആണെങ്കിൽ ഇതൊന്ന് സാധാരണ രീതിയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുത്താൽ പോലും ഈ ടയറുകൾ സ്ലിപ്പായി പോകാനുള്ള സാധ്യത കൂടുതലല്ലേ ദിലീപ്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഈ കൊല്ലത്തിൻ്റെ മലയോര ഭാഗമാണ് ഈ കുളത്തൂപ്പുഴ മേഖലയെല്ലാം. അവിടേക്ക് യാത്ര ചെയ്യുന്ന ചെങ്കുത്തായ വളവുകളെല്ലാമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ട അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ ടയറിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് മൊട്ടയായ ടയറുകൾ റീസോൾ ചെയ്ത് ഇതിൻ്റെ കാലപ്പഴക്കം ചെന്ന ടയറുകൾക്ക് വീണ്ടും ഇത് അബു താഹിർ ഈ വിഷൽ കൂടെ ഒരു പൊട്ടിയ ടയർ, അതായത് ഈ വിഷൽ എന്ന അടിയിൽ നിന്ന് ദൃശ്യങ്ങൾ താഴ്ഭാഗത്ത് നിന്ന് ഒന്ന് കാണിച്ച നോക്കൂ. ഈ പൊട്ടിയ ടയർ, ഇതൊക്കെ ഈ ടയർ തന്നെ കാണാം പൊട്ടിയതാണ്. ഈ പൊട്ടിയ ടയർ വീണ്ടും റീസോൾ ചെയ്ത് മൊട്ടയായി ഇതിന്റെ ടയറിന്റെ കാലപ്പഴക്കം ചെന്ന ടയറാണ് നമുക്ക് ഈ ഒരു വലിയ അപകടത്തിന് കാരണം. ഇത്തരത്തിലുള്ള ഡോക്ടർ അരുൺകുമാറിന് തന്നെ വ്യക്തമായിട്ട് അറിയാം, കുളത്തൂപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് ഒരിക്കലും അനിവാര്യമല്ലാത്ത ടയറുകളാണ് ഈ ബസ്സിനുള്ളത് എന്ന് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട. ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു വാർത്ത 2020 മുതൽ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കട്ടാണ്. ഇത്തരത്തിൽ 50-100 ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുവന്ന ഒരു വാഹനത്തിൽ ഇൻഷുറൻസ് പോലും ഇല്ലാതാണ് തൊരിയിൽ ഓടുന്നത്. ഇന്ന് നോക്ക് നിങ്ങൾ, ഈ ടയറിന്റെ അടിഭാഗങ്ങൾ മൊത്തം പൊട്ടിപ്പിളരാൻ കാരണം ഇത് അത്രയും പഴക്കം ചെന്ന ടയറാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്ക്, അത് കഴിഞ്ഞ് വാഹനത്തിലേക്ക് നോക്ക്. അതായത് ഈ വാഹനത്തിന്റെ ഓയിൽ സീൽ പോയിട്ട് ഹൗസിംഗ് ലീക്കായി തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്, മാസങ്ങളല്ല വർഷങ്ങളായിട്ടുണ്ട്. ഇതുപോലും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് പോലും എത്തരത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ നോക്കണം. ഇതൊക്കെ പൊതുജനങ്ങളെ കൊണ്ടുവന്ന വാഹനമാണ്. ഷോക്ക് അബ്സറുകൾ പ്രവർത്തനരഹിതമാണ്, ഫ്രണ്ടിലെയും ബാക്കിലെയും. അതുപോലെ ആക്സിൽ ബോൾട്ട് അതൊക്കെ ലൂസായി കിടന്നിട്ടാണ്, ആ ആക്സിൽ ബോൾട്ട് ലൂസായി കിടന്നാണ് ഈ അപകടത്തിന് കാരണമായിരിക്കുന്നത്. ഇപ്പം ഡ്രൈവർമാർ പരിശോധിച്ചിട്ട് പറയുകയാണ്, ഡ്രൈവർമാരാണ് അവര് പരിശോധിച്ച് വിലയിരുത്തി പറയുന്നതാണ്. ജോയിന്റിൽ ഗ്രീസ് എന്ന് പറയുന്ന ഒരു സാധനം എന്താ, ഇത് പണ്ടങ്ങാണ്ട് വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ളതാണ്. ബന്ധപ്പെട്ട ഒരു തൊഴിലാളിയാണ് നമ്മൾ ബസ്സോട്ട് കൊടുക്കുന്നതാണ്. അതാണ് ഇതിനകത്ത് ഗ്രീസ് എന്ന് പറയുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരു പ്രൈവറ്റ് ബസ്സിനകത്താണെങ്കിൽ 3 ദിവസം കൂടെ ഗ്രീസ് അടിക്കുന്നതാണ്. ഇതാ ഇതിനകത്ത് ഗ്രീസ് എന്ന് പറയുന്ന സാധനം ഇത് എവിടെ, ഇത് വണ്ടി ഇറങ്ങിയപ്പോഴാണുള്ളതാണ്. ഡോക്ടർ അരുൺകുമാർ വ്യക്തമാണ്, ഇതിൻ്റെ അകത്ത് ഗ്രീസ് എന്ന് പറയുന്ന സാധനമില്ല. ഇത് സ്മൂത്തായിട്ട് കറങ്ങേണ്ട ഒരു ഭാഗമാണ്. ഇത് ബസ്സിന്റെ ആക്സിൽ അല്ലേട്ടാ, ജോയിന്റ്. ഈ ജോയിന്റ് ഭാഗത്ത്, ആക്സിലിന്റെ ജോയിന്റ് ഭാഗത്താണ് ഗ്രീസ് പോലും ഇല്ലാതെ വാഹനം ഓടിക്കൊണ്ടിരുന്നത്. ഇത്രയും വലിയൊരു അപകടം വരുത്തി വെച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഒരു പക്ഷേ അപകടത്തിൽ സംഭവിച്ചതാകാം. ഇതിന്റെ ഓയിലുകളെല്ലാം ലീക്കായി കിടക്കുന്നു. പക്ഷേ ആളുകൾ, ഇവിടുത്തെ വാഹന തൊഴിലാളികളായ ആളുകൾ ഓരോ ഭാഗവും, ഈ വാഹനത്തിന്റെ അടിഭാഗത്തുള്ള ഓരോ ഭാഗവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്, അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച തന്നെയാണ്. കാരണം ഇത് മലയോര മേഖലകളിലേക്ക് പോകുന്ന ഒരു ബസ്, ആ ബസ് അടിച്ചിട്ടില്ല. പല യന്ത്രഭാഗങ്ങളും കാലാവധി കഴിഞ്ഞതോ തേയ്മാനം വന്നതോ ആണ് എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. ഇവിടെയും ചെറിയ ആശ്വാസമുള്ളത് മറ്റ് അത്യാഹിതമൊന്നും, ചെറിയ പരിക്കുകൾ പറ്റി 1-2 പേരുടെ കാലുകൾ ഒടിഞ്ഞു, അതുകൊണ്ട് ജീവനൊന്നും നഷ്ടം സംഭവിച്ചില്ല എന്നുള്ളതാണ്. ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലതുഭാഗത്തേക്ക് ബസ് പാഞ്ഞു കയറിയാണ് കൊല്ലം കുളത്തൂപ്പുഴ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ലിമിറ്റ് സ്റ്റോപ്പ് ബസ് ഇപ്പോൾ ആയൂരിൽ മീയണ്ണൂരിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. യാത്രക്കാർക്ക് പരിക്കുണ്ട്, അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരുടെയും പരിക്ക് പക്ഷേ ഗുരുതരമല്ല. ദിലീപ് ദേവസ്യയാണ് റിപ്പോർട്ട് ചെയ്തത്.